ഹായ്, പ്രസന്ന ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോഴിന്നൊരു കുഞ്ഞൊരു വിളവെടുപ്പ് നടത്താം. അപ്പോഴത്തേനും തന്നെ എൻ്റെ മോന് കത്രി എടുത്തുകൊണ്ട് ടെറസിൻ്റെ മുകളിലേക്ക് ഒറ്റയൊരു ഓട്ടം വന്നതുമല്ല, കുമ്പളങ്ങ കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോഴത്തേനും ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പം അവൻ്റെ കൂടെ ഓടി വന്നത് കേട്ടോ. ഇല്ലെങ്കിൽ വീഡിയോ കിട്ടത്തില്ലായിരുന്നു. അപ്പോഴത്തെ പയറും കട്ട് ചെയ്യാനായിട്ട് ഓടിപ്പോയി പയറും കട്ട് ചെയ്തിട്ടുണ്ട്. പയർ നമ്മൾ മെനഞ്ഞാന്ന് അങ്ങോട്ട് വിളവെടുത്തതേ ഉള്ളായിരുന്നു, അതുകൊണ്ട് തന്നെ കുറച്ചേ ഉള്ളൂ കേട്ടോ. എന്നാലും ഉള്ളതാവട്ടെ. ഒരു തോരനും ഒരു മെഴുക്കുവരട്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള പച്ചക്കറിയൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കണ്ടോ, ചൊരയ്ക്ക ഞാൻ പറഞ്ഞതിന് മുമ്പ് തന്നെ അവൻ കട്ട് ചെയ്തേനെ. പക്ഷേ എങ്കിൽ ഞാൻ ഓടി വന്നത് കൊണ്ട് അത് മുറത്തിലായില്ല. ഇല്ലെങ്കിൽ എപ്പോൾ മുറത്തിലായെന്ന് ചോദിച്ചാൽ മതിയായിരുന്നു. അപ്പോഴേ ഓടി വന്ന് അത് നോക്കിയപ്പോഴത്തേന് അവൻ വിചാരിച്ചു വിളഞ്ഞു പോയെന്ന് കേട്ടോ. അപ്പോഴും ഞാൻ പറഞ്ഞു അല്ല, കുറച്ചുകൂടി ആവും. അപ്പം ഈ ചൊരയ്ക്ക ഇത് നമ്മൾ പടത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇച്ചിരി നല്ല വലിപ്പം വെക്കും കേട്ടോ. നമ്മൾ തറയെ പടത്തുന്നതിനെക്കാട്ടി നല്ല ഇച്ചിരി വലിപ്പം വെക്കും പടത്തി കൊടുത്തു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഞാൻ 3 ചട്ടിയിലാക്കി ഒരു ഫ്രിഡ്ജിൻ്റെ ബോക്സിനകത്താക്കി ഞാൻ പടത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ബോക്സിനകത്ത് ഞാൻ കരിയില കമ്പോസ്റ്റ്, അതായത് മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുമായിരുന്നു. അപ്പോഴതിൻ്റെ മേളിൽ ഇച്ചിരി കമ്പോസ്റ്റും ഇച്ചിരി മണ്ണൂടെ ഇട്ട് വെച്ച് ചുരക്കി അങ്ങോട്ട് വെച്ച് കൊടുത്തു. അപ്പോഴത്തേനും അത് പടന്ന് മേളിൽ കയറി. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, വലിയ രീതിയിലുള്ള വിളവെടുപ്പൊന്നുമില്ല, കുഞ്ഞു രീതിയിലുള്ള വിളവെടുപ്പേ ഉള്ളൂ. നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം ഒരു നേരത്തെ ഒരു തോരനോ ഒരു മെഴുക്കുവരട്ടിക്കോ ഉള്ളത് നമ്മുടെ വീട്ടിൽ തന്നെ ഒരാഴ്ചയിൽ 2 വട്ടമെങ്കിലും കിട്ടിയിരിക്കും. തീർച്ചയായിട്ടും നമുക്ക് കുറേശ്ശെ ചെയ്താൽ മതി കേട്ടോ. അപ്പോഴിത് കരിയില കമ്പോസ്റ്റിനകത്ത് ഞാൻ കരിയില കമ്പോസ്റ്റ് ആവുന്നതോടൊപ്പം തന്നെ വിളവെടുക്കാൻ സാധിക്കും എന്നുള്ളൊരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോഴും ഞാൻ ചീര നട്ടിരുന്നതായിരുന്നു, 2 ഇല വന്നിട്ടേ ഉള്ളായിരുന്നു. ഇപ്പോൾ ഇത് നോക്കേ ഒരാഴ്ചയായിട്ടേ ഉള്ളൂ. ഒരാഴ്ച ആയില്ല കേട്ടോ. ഞാനത് വീഡിയോ എടുത്ത് കണ്ടു നോക്കുമ്പോൾ അറിയാം. അപ്പോൾ ഇത്രത്തോളമൊക്കെ ആയിട്ടുണ്ട്. അടുത്ത് നമുക്ക് വെണ്ട വിളവെടുക്കാം. വെണ്ട 2 മൂടെ ടെറസിൻ്റെ മുകളിലുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ തറയിൽ നട്ടിരുന്നതായിരുന്നു. അതിൻ്റെ വിളവെടുപ്പൊക്കെ ഞാൻ കാണിച്ച ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. ഇഷ്ടം പോലെ എനിക്ക് വെണ്ടയ്ക്ക ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. ചെടിച്ചട്ടിയിൽ മേളിലോട്ട് കൊണ്ടുവന്ന് മണ്ണുമൊക്കെ ആയിട്ട് കയറുന്ന പാടുകൊണ്ട് തന്നെയാണ് തറയിൽ ഞാൻ ഇതൊന്നൊക്കെ നട്ടിരുന്നത്. വെണ്ടയ്ക്ക കേട്ടോ. വെണ്ടയ്ക്ക ഞാൻ വിളവെടുത്ത വീഡിയോ ഒക്കെ ഇഷ്ടം പോലെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെണ്ടയ്ക്ക വിളവെടുപ്പ് കഴിഞ്ഞിട്ട് ഞാൻ വെട്ടിക്കൊടുത്തുന്നിടത്തുനിന്ന് പൊട്ടിക്കിളിച്ച് വന്നപ്പോൾ എന്നെ വെട്ടിക്കളയല്ലേ, ഞാൻ ഇനിയും പിടിച്ചോളാവാ എന്നും പറഞ്ഞ് ഇഷ്ടം പോലെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഞാൻ അറിയാതെ വന്നൊരു ഗസ്റ്റ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഞാനിത് നട്ടതല്ല, അത് തനിയെ കിളിച്ച് വന്നൊരു പാവലായിരുന്നു. അതിനകത്തുനിന്ന് ഒരു പാവയ്ക്ക എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ വിളഞ്ഞത്, ബാക്കിയുള്ള എല്ലാം പിഞ്ചായതുകൊണ്ട് തന്നെ അങ്ങനെ നിൽക്കട്ടെ. കാന്താരി മുളക് നിന്ന് വിളിക്കുന്ന ഒരു ചമ്മന്തിക്കുള്ള കാന്താരി മുളകും കാന്താരിക്കകത്ത് നിൽപ്പുണ്ടായിരുന്നു. അത് ഞാൻ പിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ ഒരു പച്ചമുളകും ഒരു കാന്താരി മുളകും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു ചമ്മന്തിക്ക് തന്നെ ആയി കേട്ടോ. ഒരു നേരത്തെ ഒരു പച്ചക്കറി കൂട്ടാനോ അല്ലെങ്കിൽ ഒരു മുളക് വെച്ച് സമാധാനമായിട്ട് നമുക്ക് കറി വെക്കാനോ ഒക്കെ കിട്ടിയാൽ വളരെ സന്തോഷം. അടുത്തതാണ്ട് ഇത് കണ്ടോ, പച്ചക്കറിയിൽ പച്ചമുളക് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ പച്ചമുളകിനകത്താണ് ഏറ്റവും കൂടുതൽ വിഷമടിക്കുന്നത്, കറിവേപ്പിലയും പച്ചമുളകും. അപ്പോൾ പച്ചമുളക് നിങ്ങൾ എത്രത്തോളം വളർത്താവോ അത്രത്തോളം ഒരു വീട്ടിൽ ഒരു 10 മൂടെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എപ്പോഴും പച്ചമുളക് ഇങ്ങനെ പിച്ചിക്കൊണ്ടേയിരിക്കാം. ഞാൻ പച്ചമുളക് വിളവെടുക്കുന്ന വീഡിയോയും പച്ചമുളക് നടുന്ന വീഡിയോയും ഒക്കെ ഞാൻ ഓരോരോ ട്രിപ്പായിട്ട് ഞാൻ കാണിച്ചിട്ടുള്ള വീഡിയോ ഉണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് കണ്ടു നോക്കണേ. സമയം പോലെ നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോ എടുത്തൊന്ന് കണ്ടു നോക്കി മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ, ഈ കുഞ്ഞു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. ഇതെൻ്റെ കറിവേപ്പിലയാണ്. കറിവേപ്പിലയുടെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു. നമ്മൾ പെട്ടെന്ന് വന്ന് കറിവേപ്പില വെച്ചിക്കൊണ്ട് പോകരുത് കറിയടപ്പത്ത് വെച്ചിട്ട്. അതിനും ഒരു സമയമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ആഴ്ച 2 ദിവസം നമ്മൾ കറിവേപ്പ് വിളവെടുത്ത് കഴിഞ്ഞാൽ അത് പൊട്ടിക്കിളിച്ച് വരാനുള്ള സമയം അതിന് കൊടുക്കണം. അതും കൈകൊണ്ട് ചെന്ന് നുള്ളിപ്പിച്ചരുത്, കത്രിക കൊണ്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇത് കണ്ടോ, ഇന്നിപ്പോൾ എനിക്ക് തോരൻ വെക്കാനുള്ളതും വെഴുക്ക് വരട്ടാനുള്ളതും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കുഞ്ഞു വിളവെടുപ്പ് തന്നെയാണ് ഇതെന്ന് കേട്ടോ. എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ നോക്കിയാൽ പോലും ഒരു കുഞ്ഞു വിളവെടുപ്പ് നമുക്ക് ആഴ്ചയിൽ 2 ദിവസവും എടുക്കാൻ പറ്റും. നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് കഴിക്കാനും പറ്റും. ഇങ്ങനെ നമുക്ക് ഒരാഴ്ച 2 തവണയെങ്കിലും വിളവെടുക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങളും ഒന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങളൊന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ തന്നിരിക്കണേ.